ഒരു യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് അപ്പർ ട്രാക്ട് ഉണ്ട്, ലോവർ ട്രാക്ട് ഉണ്ട്. അതായത് മൂത്രസഞ്ചി, സ്ത്രീകളാണ് മൂത്രസഞ്ചി വരെ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ അവർക്ക് വലിയ അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല, പനി ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു വലിയ ചെറിയൊരു അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുള്ളൂ, അടിവയർ വേദന അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ലോവർ ഹോളോ ഓർഗാൻ ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് ബ്ലാഡർ ഒരു ഹോളോ ഓർഗൻ, അതിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ വലിയ പനിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന് ചെറിയ ഗുളികകൾ കഴിച്ചാൽ തന്നെ മാറും. ഓക്കെ, ഞാൻ പ്രോട്ടീൻ ലീക്കിലേക്ക് പറയുകയാണ് ഈ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ മൂത്രത്തിൽ പഴുപ്പ് വരിക, പേഷ്യന്റ് വിറയൽ വരിക, ദെൻ ഇറ്റ്സ് ഗോൺ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കിഡ്നിയെ ടിഷ്യൂ ഇൻഫെക്ഷൻ, അത് വൃക്കയെ ബാധിക്കുമ്പോഴാണ് പനി വിറയൽ വരുന്നത്. അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ്, അതൊക്കെ വലിയ കട്ടിയുള്ള ടിഷ്യൂസ് ആണ്, അതിൽ വരുമ്പോഴാണ് പനി വിറയൽ വരുന്നത്. അപ്പൊ അങ്ങനത്തെ കേസുകളാവുന്ന സമയത്ത് ആന്റിബയോട്ടിക് ചിലപ്പോൾ നമുക്ക് 2 ആഴ്ച വരെ ഇഞ്ചക്ഷൻ വെക്കണം എന്നാണ് പറയുന്നത്, വൃക്കയുടെ പ്രവർത്തനം നേരെയാകാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴും പ്രോട്ടീനിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് 100% ക്ലിയർ ചെയ്തിട്ട് വേണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. പിന്നെ പല ടെസ്റ്റുകളുണ്ട്. അപ്പൊ സാധാരണക്കാരൻ ഒരു പഴുപ്പ് വന്നിട്ട് ഒന്നും ഇല്ലാത്ത ആൾ തന്നെ നല്ല മൂത്രത്തിൽ പഴുപ്പ് വരികയാണെങ്കിൽ ഇങ്ങനെയെല്ലാം ഒരു ഫാലസി ആയിട്ട് കാണാറുണ്ട്.